ശബരിമല നടവരവിൽ 20 കോടി രൂപയുടെ കുറവ്. 28 ദിവസത്തിൽ 134 കോടി രൂപയാണ് ശബരിമലയിൽ നടവരവുണ്ടായത്. കഴിഞ്ഞ വർഷം ഇത് 154 കോടി രൂപയായിരുന്നു. ഭക്തരുടെ എണ്ണത്തിൽ 1.5 ലക്ഷത്തിന്റെ കുറവാണ് ഉണ്ടായത്. സന്നിധാനത്ത് നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്നും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നുണ്ട്. എന്തായാലും കാര്യമായ രീതിയിലുള്ള വരികളില്ലാതെ പരമാവധി തീർത്ഥാടകർക്ക് ദർശനം കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കുന്നത്. എന്തായാലും ഈ നടപ്പന്തലിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഇന്നും നാളെയും നല്ല രീതിയിലുള്ള തിരക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡിനും പോലീസിനും സർക്കാരിനും എല്ലാം തന്നെ ഉള്ളത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയില്ല എങ്കിൽ കഴിഞ്ഞ തവണത്തിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ മുൻകൂട്ടി കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ കാര്യമായ ഒരു രീതിയിലുള്ള ഇടപെടലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ മണിക്കൂറിൽ വരുന്നത് ദേവസ്വം ബോർഡ് വരുമാനം കഴിഞ്ഞ ഒരു മാസമായി നട തുറന്നതിന് ശേഷം വരുമാനം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ലായിരുന്നു. ഇന്ന് വരുമാനം പുറത്തുവിട്ടിരിക്കുകയാണ്. 134 കോടി രൂപയാണ് ഇതുവരെയുള്ള നടവരവ്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 20 കോടി രൂപയുടെ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കുറവ് പല കാരണങ്ങളാണ് ദേവസ്വം ബോർഡ് നിർത്തുന്നത്. അത് അന്യ സംസ്ഥാനങ്ങളിലുണ്ടായ പ്രതികൂലമായ സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഇതിന് പ്രതിസന്ധിയായോ എന്നുള്ള ഒരു സംശയങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1.5 ലക്ഷം ഭക്തരുടെ ഒരു കുറവാണ് ഈ ഇതുവരെയുള്ള കണക്ക് പ്രകാരം ദേവസ്വം ബോർഡ് പറയുന്നത്. വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇവർ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മണ്ഡലപൂജ ആ ഒരു കാലയളവിൽ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയത്ത് കൃത്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ടോ എന്നാണ് ദേവസ്വം ബോർഡും സർക്കാരും പോലീസും എല്ലാം തന്നെ അവകാശപ്പെടുന്നത്.